ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു കലണ്ടർ വിഡ്ജറ്റാണ്. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഗൂഗിളിൻ്റെ കലണ്ടർ കാണും, പക്ഷേ എല്ലാവർക്കും അതിൻ്റെ അലൈൻമെൻറ്റ് ഇഷ്ടമാവണമെന്നില്ല. സോ ഇതൊരു സിമ്പിൾ വിഡ്ജറ്റാണ്. അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ കലണ്ടർ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ആരോസ് വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാസം എല്ലാം നോക്കാം, മുമ്പത്തെയും അത് കഴിഞ്ഞുള്ളതും കറണ്ട് ഡേറ്റ് കഴിഞ്ഞുള്ളതും എല്ലാം നോക്കാം. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഈ ഒരു 3 ഡോട്ട്സ് അല്ലെങ്കിൽ ഈ മെനു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ വിഡ്ജറ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, വീക്കെൻഡ് ഡേയ്സ് സെറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ വേറെ ഒരു രാജ്യത്താണ്, അവിടെ ഫ്രൈഡേ സാറ്റർഡേ ആണ് ഹോളിഡേ എങ്കിൽ അതനുസരിച്ച് മാറ്റാം. ഓക്കെ, പിന്നെ വീക്ക് നമ്പേഴ്സ് കാണാം. ഇവൻറ്റ്സ് നമ്മുടെ ഗൂഗിളിൽ അതേ ഇവൻറ്റ്സ് തന്നെ ആയിരിക്കും എടുക്കുന്നത്, അത് സിങ്ക് ചെയ്യും. നമുക്ക് ആ മെയിൽ ID സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏറ്റവും ടോപ്പിൽ. പിന്നെ നമുക്ക് തീം സെറ്റ് ചെയ്യാം. ഇവിടെ ഐക്കൺസ് ഹെഡറിൻ്റെയും അതുപോലെ ടെക്സ്റ്റിൻ്റെയൊക്കെ കളർ, ഐക്കൺസ് അല്ല കളർ മാറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സിലോട്ട് പോകണമെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ സെറ്റിങ്സിലോട്ട് തന്നെ മടങ്ങി പോകാൻ പറ്റും. ഇവിടെയുള്ള ഈ മെനു ഓപ്ഷനിൽ ഡെവലപ്പറിൻ്റെ ഡീറ്റെയിൽസേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളോട് ആരെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഡേറ്റൊക്കെ ഒന്ന് റെഫർ ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിലിങ്ങനെ നോക്കാം. ഇതിൻ്റെ ഒരു കുറവ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വൺസ് ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ജൂൺ 28 എന്നുള്ള ഡേറ്റിൽ നിന്ന് നമ്മളിപ്പോൾ വേറൊരു ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്തിട്ട് തിരിച്ച് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അത് ഡേറ്റ് മാറി വരില്ല. സോ അത് ശ്രദ്ധിച്ചോളണം. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.